കേരളത്തിലെ 3 മുന്നണികളിൽ വെച്ച് LDFിന് ചില പ്രത്യേകതകളുണ്ട്. LDFിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന CPMനും ഉണ്ട് പ്രത്യേകത. CPM എപ്പോഴും ഈ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് ഒരുപക്ഷെ മറ്റ് പാർട്ടിക്കാർ കണ്ടുപഠിക്കേണ്ടതായ കാര്യമാണ്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തികളെ അവരെ ഇടതുപക്ഷ സ്വതന്ത്രരായിട്ട് സ്ഥാനാർത്ഥികളായി നിർത്താറുണ്ട്. പൊതുസമ്മതരായിട്ടുള്ളവരെ, കവികളായാലും എഴുത്തുകാരെയും ഒക്കെ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ 2016 മുതൽ CPM അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു 5 വനിതാ നേതാക്കളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ അവർക്ക് പല പാളിച്ചകളും സംഭവിച്ചു പോയി. ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്തെ കാര്യങ്ങൾ തന്നെ അതവിടെ നിൽക്കട്ടെ, അത് വഴിയെ വരാം. 2016 മുതൽ നോക്കുമ്പോൾ നമ്മൾ പിണറായി വിജയൻ സർക്കാരിൽ പല പല മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നു. 2021 ആയപ്പോഴേക്കും അത് കൂടുതലായിട്ട് നടപ്പിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ 2021 രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആദ്യമായി ജയിച്ചു വന്ന CPMന്റെ സമുന്നത നേതാവായ A വിജയരാഘവന്റെ ഭാര്യ മന്ത്രി R ബിന്ദു ജയിച്ചു വന്ന ആദ്യ സമയത്ത് തന്നെ മന്ത്രിപ്പട്ടവും കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കോളേജ് പ്രിൻസിപ്പളായിരുന്നു, ഇംഗ്ലീഷ് അധ്യാപികയാണ് എന്ന് പറയുന്നുണ്ട്, ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണ്. പക്ഷേ അവർ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ വിവാദത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുന്നവർക്കൊരു കോമഡി ആയിട്ടാണ് മാറുകയും ചെയ്യുന്നത്. ആഡംബര ഭ്രമമുള്ള ഒരു വനിതാ നേതാവെന്നുള്ള പേരുദോഷവും ഉണ്ടാക്കി കന്നി പോരാട്ടത്തിൽ തന്നെ മന്ത്രിയുമായി. ഇരിങ്ങാലക്കുട അങ്ങനെ എന്തായാലും ഇത്തവണ CPMന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി മന്ത്രി ബിന്ദു തന്നെയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായ പാർട്ടി അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ കേരളത്തിൽ നടമാടി എന്നുള്ളതാണ്. അങ്ങനെയുള്ള മന്ത്രി ബിന്ദുവിലൂടെ ഇരിങ്ങാലക്കുട മണ്ഡലം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, CPMന് മൊത്തത്തിലെ അത് പ്രതിഫലിക്കും. അത് കേരളം മുഴുവൻ പ്രതിഫലിക്കും. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്ന ആളാണ്. അതിലൂടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായ വീഴ്ചകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കലുഷിതമാണ്. നമ്മുടെ യുവജനത ഒന്നും തന്നെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നിൽക്കുന്നില്ല. കടം വാങ്ങിച്ചും വിറ്റുപിറക്കിയും ഒക്കെ അവര് വിദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കിയ ഈ വനിതാ രത്നം പാർട്ടിക്ക് എന്തായാലും ദോഷമുണ്ടാക്കും. രണ്ടാമത് നമ്മൾ വരുന്നത്, ഒന്നാമത്തെ ഉന്നത വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വകുപ്പിലേക്ക് വരികയാണ്, ആരോഗ്യ വകുപ്പ്. 2016 പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ പൊതുജന ആരോഗ്യം സംശുദ്ധമാക്കുമെന്ന് പറഞ്ഞതാണ്. വീണ ജോർജ് 2016 ആറന്മുളയിൽ മത്സരിച്ചു, വിജയിച്ചു. അത് സഭയുടെ നോമിനി തന്നെയാണെന്നത് ഏവർക്കും വ്യക്തമാണ്. ഇതിനിടയ്ക്ക് 2019 പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു, പരാജയപ്പെട്ടു. 2021 വീണ്ടും ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു വരുന്നു. രണ്ടാമത്തെ തവണയിലെ വിജയത്തിൽ ആരോഗ്യമന്ത്രിയാക്കുന്നു. ശൈലജയെ പോലുള്ള പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തുന്നു. വീണ ജോർജ് ആരോഗ്യ വകുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ്, മറക്കാൻ കഴിയാത്തതാണ്. ഇതൊന്നും നമ്പറിട്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ ഈ ആറന്മുള സീറ്റ്, പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്.
5-ലും ഇപ്പോൾ LDF ആണ്. CPM-ന് ഈ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിലെ പ്രമുഖർ മത്സരിക്കാനായിട്ട് അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വീണ ജോർജ് കേരളം മുഴുവൻ ഉണ്ടാക്കാൻ പോകുന്ന, CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ വനിതാരത്നമാണിത്. അടുത്ത മൂന്നാമത്തെ വനിതാരത്നത്തിലേക്ക് നമ്മൾ പോയാൽ അത് തിരുവനന്തപുരത്തിന്റെ വലിയ തിലകക്കുറി എന്ന് പറഞ്ഞുകൊണ്ട് CPM മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് നിരത്തി നിർത്തിയ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവന്ന ആര്യ രാജേന്ദ്രന്റെ വിശേഷങ്ങൾ ജനം മറക്കത്തില്ല. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലത്, കേരളം മുഴുവൻ അത് പ്രതിഫലിച്ചു. ഒരു യുവാവിന്റെ ജോലി നഷ്ടപ്പെടുത്തിയത്, തിരുവനന്തപുരത്ത് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, നടക്കാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ സഖാക്കന്മാർക്ക് ജോലി കൊടുക്കുന്നതിൽ മൂത്ത സഖാവിന് എഴുതിയ കത്ത് വിവാദമായി. ഇങ്ങനെ നിരവധി പ്രശ്നമാണ് ഇത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മാറ്റി നിർത്തിക്കളഞ്ഞു. ഒരു കുടുംബ സംഗമത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ്. ആദ്യം ഒന്ന് ഇറക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പാർട്ടി മനസ്സിലാക്കി. അങ്ങനെയാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും മാറ്റിയത്. ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉടൻ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 250 വോട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കോഴിക്കോട്ടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ ശ്രമം നടത്തിയത്. കോഴിക്കോട്ട് എവിടെയെങ്കിലും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് വീണ്ടും മത്സരിച്ചാൽ, ഭർത്താവായ സച്ചിൻ ദേവ്, അവിടെ വീണ്ടും പരാജയം ആര്യ രാജേന്ദ്രനിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഭരണത്തിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും BJPയുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ആര്യ രാജേന്ദ്രൻ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഇനിയിപ്പോൾ മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ. അത് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്ത നാലാമത്തെ വനിതാരത്നമായ ചിന്തോ ജെറോമിലേക്ക് വന്നാൽ, ചിന്തോ ജെറോമിനെ പറ്റി നമുക്കറിയാം. ഇല്ലാത്ത ഡോക്ടറേറ്റ് തന്നെ വലിയ വിവാദമാണ്. ഈ ഡോക്ടറേറ്റ് മുഴുവൻ ലോകവിഡ്ഢിത്തരങ്ങള്, തെറ്റുകളുടെ ഒരു പരമ്പര തന്നെയാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2016 CPM അധികാരത്തിൽ വരുമ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ട് എടുത്തു വെക്കുന്നു. പലതരത്തിലും ശമ്പള വർധനവിലൂടെ നേടുന്നു. വീട് അറ്റകുറ്റപ്പണികൾക്ക് മാറ്റിയപ്പോൾ കൊല്ലത്തെ ഒരു പ്രമുഖ റിസോർട്ടിൽ പോയി താമസിച്ച് സർക്കാർ ഖജനാവ് ഉപയോഗിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റി പാർട്ടിക്ക് തന്നെ വലിയ ദോഷമുണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിന്തോ ജെറോം. കൊല്ലത്ത് മുകേഷ് മാറിക്കഴിയുമ്പോൾ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. രാവിലെ 8 മണിക്ക് തന്നെ പരാജയം ഉറപ്പാക്കാവുന്നതാണ്. എതിർ പാർട്ടിക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ ചിന്ത ജെറോം എന്ന് പറയുന്ന വനിതാ രത്നമാണ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന വേറൊരു ദോഷം. ഇത് കേരളം എമ്പാടും അത് പ്രതിഫലിക്കും. അഞ്ചാമത് നമ്മൾ വരുമ്പോൾ ഏവർക്കും അറിയാവുന്നതാണ് കേരളത്തിന്റെ ഒരു നോവായിട്ട് നിൽക്കുന്ന നവീൻ ബാബുവിന്റെ മരണം. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ഒരു പ്രധാന കാരണക്കാരിയായിട്ട് ഇപ്പോഴും പറയുന്നത് PP ദിവ്യയുടെ നെഞ്ചിൽ കൊള്ളുന്ന വർത്തമാനമാണ്. ആ PP ദിവ്യ വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ്. അത് കേരളം മുഴുവൻ CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന വൻ തിരിച്ചടിയാണ്. ഇങ്ങനെ ഈ 5 വനിതാ രത്നങ്ങളായിരിക്കും CPM-ന് 2026 വലിയ ദോഷമുണ്ടാക്കി വെക്കാൻ പോകുന്നത്.